അപ്പോ നമ്മൾ ഇന്ന് എമ്പുരാന്റെ FDFS കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഞങ്ങള് വാതൊക്കെ വന്നിട്ട് റിവ്യൂ പറയുന്നുണ്ടോ എല്ലാത്തിനും വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു തിയേറ്റർ റെസ്പോൺസ് കൂടിയാണ്. തിയേറ്ററിന്റെ തൊട്ട് പുറകിലാണ് വീട്. അതെ, ചെണ്ടോട്ട് ഇപ്പോഴും കേൾക്കല്ലേ. അപ്പോ എമ്പുരാന്റെ FDFS കഴിഞ്ഞിരിക്കുകയാണ്. അതെ, എല്ലാരും ബ്ലാക്കില് പോയി പടം കണ്ടു. സോ എങ്ങനെ ഉണ്ടായിരുന്നു എമ്പുരാൻ? നൈസ് പടം. ഒരു തിയേറ്റർ വാച്ചിനുള്ളതുണ്ട്. ഏറ്റവും അറിയില്ല. അല്ല, ഇത് ഓരോരുത്തരാണ് പറയുന്നത്. നിനക്ക് പറയാനുള്ളത് നീ പറയടാ. നീ അല്ലേ പോലെ നല്ല സിനിമ കേട്ടോ. നമ്മള് മലയാളത്തിൽ ഇപ്പൊ ഒരുപാട് നാളായിട്ട് നമ്മൾ ഇറങ്ങുന്ന വലിയ പടങ്ങളുണ്ടല്ലോ, അതെല്ലാം പടം നമുക്ക് നിരാശയായിരിക്കും എപ്പോഴും. അത് പടം കണ്ടിറങ്ങുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെയും മിസ്സിംഗ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ പടം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ തോന്നും. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പടം കണ്ടിറങ്ങുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി നമുക്ക് കൊള്ളാം എന്നൊരു മൈൻഡാണ് നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങുന്നത്. അല്ലാണ്ട് നമുക്കൊരു നിരാശയില്ല. അതായത് ഇതിന് പിന്നിലൊരു ആത്മാർത്ഥതയുണ്ട്. സ്ക്രീനിൽ വരുന്നത് ചുമ്മാ ഒരു ചുമ്മാ ഒരു ആക്ഷൻ സീൻ എടുത്ത് വെച്ച് പാളി അങ്ങനെയല്ല, ഒരു നല്ലൊരു രീതിയിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ വരണം, ഇതിങ്ങനെ വരണം എന്ന് പറഞ്ഞിട്ടൊരു പണിയെടുത്ത മലയാളം. അത് നല്ല പണിയെടുത്തു. നല്ല പണിയെടുത്തത്. അത് ഇവര് പറഞ്ഞ ഈ ഫണ്ട് ഇവര് എത്ര രൂപ മുടക്കിയോ അത്രയും എമൗണ്ടും ഇവര് സ്ക്രീനിൽ കാണാനുണ്ടല്ലേ. അതായത് എല്ലാ ക്യാരക്ടേഴ്സിനും കറക്റ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം മുതൽ കാണിക്കുന്ന അവസാനം കാണിക്കുന്ന ചെറിയ റോളാണെങ്കിൽ പോലും ആ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ സിനിമയിൽ എപ്പോഴും നായകനെ ബേസ് ചെയ്ത്, നായികയെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാർക്കാരും കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക. പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പൊ ലൂസിഫർ കണ്ട ആൾക്കാർക്ക് അറിയാമല്ലോ, മഞ്ജുവാരുടെ ക്യാരക്ടർ, ടോവിനോയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് ലൂസിഫർ ലാലട്ടന്റെ ആ ഒരു സ്റ്റീഫന്റെ കഥാപാത്രം, അല്ലെങ്കിൽ ഖുറേഷി അബ്രാമിന്റെ കഥാപാത്രത്തെ മാത്രം മുൻനിർത്തി അല്ലല്ലോ സ്റ്റോറി പോകുന്നത്. പുള്ളി സെൻട്രൽ ഫോക്കൽ പോയിന്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് പുള്ളിയുടെ ചുറ്റും ഒരുപാട് ഫാക്ടേഴ്സ് ഇങ്ങനെയാണ് കളിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പുള്ളി ഇത് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പല ക്യാരക്ടേഴ്സിനും ഓൾമോസ്റ്റ് ഒരു ആർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്. പല ക്യാരക്ടേഴ്സും ഇപ്പോഴും കംപ്ലീറ്റ്. പിന്നെ മറ്റേ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് കുറെ പറയാനുണ്ടെങ്കിലും കൂടുതൽ മൊബൈൽ നോക്കിയിരിക്കരുത്, എഴുതുന്നത്. അല്ല, അതല്ല, ഇതെല്ലാം ഞാൻ സെൻഡ് ചെയ്തിരുന്നായിരിക്കും. അതല്ല, ഈ വളരെ കുറച്ച് മാത്രം അതല്ല, പടം കാണുമ്പോഴേ എനിക്കുള്ള ഒരു മെയിനായിട്ട് എനിക്ക് കിട്ടിയ സംഭവം എന്ന് പറഞ്ഞാൽ പടം ഇങ്ങനെ നല്ല സംഭവം, പിന്നെ ഒരു ഇച്ചിരി അങ്ങനെയായിരുന്നു എനിക്ക് ത്രൂ ഔട്ട് ഒരു കിട്ടിലും പടം. നല്ല പീക്കുകളൊക്കെ നല്ല പീക്കുകൾ ഉണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള പക്ക. ഇപ്പൊ ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് പക്ക ഡ്രാമ ഒരു സിനിമ കാണുന്നത്. മലയാള സിനിമ ഡ്രാമ ഭയങ്കര. അപ്പം കറക്റ്റ് ഡ്രാമ എന്ന് പറയത്തക്ക രീതിയിലുള്ള സംഭവം കുറേ കാലം കഴിഞ്ഞാണ് കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പടത്തിനെ 2 പാർട്ടായിട്ട് ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുവാണെങ്കിൽ, ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഡ്രാമ കംപ്ലീറ്റ്, ഒരു പാർട്ട് മറ്റേ ഖുറേഷിയുടെയും മറ്റ് കാർട്ടിൽസിൻ്റെയും ഫൈറ്റ്, ഇന്റർനാഷണൽ. അത് കുറച്ച് ഇന്റർനാഷണൽ പരിപാടി. എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലത്തെ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അതിലേക്ക് സ്റ്റീഫനായിട്ട് തിരിച്ചു വരുന്ന മൊമെൻ്റാണ് പടം തുടക്കം തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ കാർട്ടൽ വാഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ്റെയും മൊത്തത്തിൽ നമ്മൾ പുതിയൊരു സിനിമ പോലെ അത്. അപ്പോൾ അത് സ്റ്റാൻഡ് ലോൺ പടമാണ്. അതിനകത്ത് ഇപ്പം ചെയ്തത് വെച്ചിട്ട് മലയാള സിനിമയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു എന്താ പറയുക, ഒരു എഫേർട്ടും ഒരു സ്കെയിലും ഒരു എല്ലാം ഭയങ്കര പുതുമയാണ്. പക്ഷേ നമ്മൾ കാണുമ്പോഴത്തേക്കും അതൊരു എഫേർട്ടായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഒരു വെൽ പോളിഷ്ഡ് ഒരു ഈ പടത്തിൻ്റെ ഏറ്റവും പോളിഷ്ഡ് സെഗ്മെൻറ്റ് അതല്ല, ഏറ്റവും കിടിലനായിട്ട് ഹാൻഡിൽ ചെയ്തത് എല്ലാ സെഗ്മെൻറ്റിലും. ഇപ്പോൾ ആക്ടിങ് ആയാലും ഡയറക്ടിങ് ആയാലും എല്ലാ രീതിയിലും പക്ക പോളിഷോടുകൂടി വന്നേക്കുന്നത് മറ്റേ ആ ഫസ്റ്റ് സെഗ്മെൻറ്റാണ്. അവിടെ ഈ സ്റ്റീഫൻ തിരിച്ചു വരുന്ന സീൻ ഉൾപ്പെടെ അപ്പോൾ ആ ട്രെയിലറിൽ കണ്ട പോലെ ആ സെഗ്മെന്റ് ഉൾപ്പെടെ എനിക്ക് നാട്ടിലെ കംപ്ലീറ്റ് ഏരിയ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ബട്ട് കട്ടു ഈ സ്റ്റീഫൻ കാർട്ടൽ ഖുറേഷി കാർട്ടൽ ബ്രാൻ ഖുറേഷിയും കാർട്ടൽ വാർസും വരുമ്പോഴത്തേക്കും നമുക്കൊരു പരിചയമില്ലാത്ത ഒരുപാട് ക്യാരക്ടേഴ്സും നമുക്കിങ്ങനെ എന്താ പറയുക റിലേറ്റ് ചെയ്യാനോ കണക്ട് ചെയ്യാനോ പറ്റാത്ത ഒരു ഇൻസിഡൻസും അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി പടം
എന്താ പറയുക, ഒരു ചെറിയ ഡിപ്പ്. അവരുടെ ലോകം അവരുടെ പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു കണക്ട് ആവാൻ കുറച്ച് പ്രയാസമായി, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ അതിന്റെ മേക്കിംഗ് ഇപ്പം ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ ഫീൽ ചെയ്തെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തോന്നും. കാരണം അത് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്നാമത് ഡയലോഗ്, പിന്നെ കുറച്ച് ആക്ടിങ്, അങ്ങനെ ഇപ്പം 1-2 നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഇംഗ്ലീഷ് ആക്ടേഴ്സ്, മറ്റേ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ ഇവരുടെ പേരെന്തായിരുന്നു, അങ്ങനെ കുറച്ച് നല്ല ആക്ടേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗ് സീൻസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അപ്പം ഇങ്ങനെ അതും ഈ പറയുന്ന പോലെ ബിലോ ആവറേജ് ആയില്ല. ഇപ്പം ആവറേജിനും പീക്കിനും ഇടയ്ക്ക് ഇങ്ങനെ പടം ഇങ്ങനെ പടം എല്ലാവരും എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. പടം ചില സമയത്ത് ചില പറഞ്ഞ പോലെ ആവറേജ് വരെ അതിന് താഴെ പോകത്തില്ല, പിന്നെ പീക്കിലേക്ക് പോകും. അത് പീക്ക് ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഈ ആവറേജിലേക്ക് വരുമ്പോഴും നമുക്ക് ഷോ ഇതും കൂടെ ഒന്ന് പീക്കിലേക്ക് കൊണ്ടുപോയിരുന്നല്ലോ തോന്നി. അപ്പം ആ ഒരു സെക്ഷൻസാണ് കൂടുതൽ എനിക്ക് അത്ര വർക്കാവാതെ പോയത്. ഈ തിയേറ്റർ ട്രെയിലർ ഇറങ്ങിയ പോലെ എല്ലാവരും ഈ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സാധനമാണ് പടത്തിലെ ഏറ്റവും ബിഗ് പോയിന്റ്. ഏറ്റവും ബിഗ് പോയിന്റ് അതാണ് പടത്തിന്റെ ഏറ്റവും ബിഗ് പോയിന്റ്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ഒരു സീൻ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും ശരിക്കും. അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ഓൺ ആയിട്ടിരിക്കാം. ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് പണിയെടുത്തിട്ടുണ്ട്. പുത്തരിന്റെ കൂടെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര സിനിമാറ്റോഗ്രാഫി ഭയങ്കര വെൽ ഷോട്ടാണ്. ഭയങ്കര അത് സ്റ്റാർട്ടിങ് തൊട്ട് ഭയങ്കര ഈ പറയുന്ന പോലെ ഒരു പീക്ക് മൊമെന്റിൽ നിന്ന് മറ്റേ ഇടയ്ക്കല്ലേ ഇന്റർവെൽ കഴിഞ്ഞിട്ട് അത്രയും നല്ല പീക്ക് പോയിന്റിലാണ് അത് നിൽക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇമോഷണലി പീക്കായിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നാണ് പടം സ്റ്റാർട്ട് ചെയ്തത്. ഗുജറാത്ത് റൈറ്റ് ബേസ് ചെയ്ത് സെറ്റിംഗ് അല്ലെ ആ ഒരു സീക്വൻസും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന. അത് പറഞ്ഞ പോലെ ഈ പുറത്തുള്ള സിനിമകളിലാണ് റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഒരു ഫിക്ഷണൽ സ്റ്റോറി ചെയ്യുക. അത് പുറത്ത് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്നും അങ്ങനെ ചെയ്യാറില്ല. അതായത് ഗുജറാത്ത് റൈറ്റിനെ എടുത്തിട്ടുണ്ട്, എന്നാൽ അവിടുത്തെ ഡോക്യുമെന്ററി അല്ല ചെയ്തത്. നമ്മുടെ ക്യാരക്ടേഴ്സ് ഗുജറാത്ത് റൈറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ലൈനിൽ ചെയ്തു. അതേപോലെ തന്നെ മറ്റേ ഇവിടുത്തെ ഡാമിന്റെ ഇഷ്യൂ അതും ഈ പറയുന്ന ഇതിനകത്ത് അങ്ങനെ ഒരുപാട് ഇൻസിഡൻസിന് റിയൽ ലൈഫ് ഇൻസിഡൻസിനെ എടുത്തിട്ട് നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്ത് ഇപ്പം പൊളിറ്റിക്കൽ മറ്റേ കമന്ററി ആണെങ്കിലും റിയൽ കേരള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്ത് എനിക്കൊന്ന് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടാണ് പേര് പറയുന്നില്ല. ഇപ്പൊ ഒരു കഥാപാത്രം, പുതിയൊരു കഥാപാത്രം അയാൾ ഇരുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഭയങ്കര കുറച്ചുകൂടി ഡയറക്റ്റ്. മറ്റേ ലൂസിഫർ എനിക്കൊന്ന് കുറച്ചുകൂടി പടം വൈസ് കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആണ്. ഒരു നമുക്ക് അത്രയും കൺസിസ്റ്റന്റ് അല്ല പടം. ബട്ട് ഇതിന്റെ പീക്സ് ലൂസിഫറിന്റെ പീക്കിനൊക്കെ മേലെയാണ്. ഇതിന്റെ ആവറേജ് പോയിന്റ് ലൂസിഫറിനും കീഴാണ്. അങ്ങനെ ലൂസിഫറിന് ഇങ്ങനെ മേലെ കളിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ബട്ട് പീക്സ് ഒക്കെ ഭയങ്കര പീക്സ് ആണ്. അത് മാത്രം മതിയാവും ഒരു മോഹൻലാൽ ഫാൻ. അല്ല, തിയേറ്ററിൽ അത് ഓടാൻ മാത്രം മതി. അത് വെർത്താണ്, അത് പോയി കാണാൻ. പിന്നെ മോഹൻലാൽ പടത്തിന് ഇപ്പൊ ഒരു ആവറേജ് ആണെങ്കിൽ പോലും നമുക്ക് ഊഹിക്കാം എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കുമ്പോഴത്തേക്കും ഇത് ആവറേജ് എന്നല്ല, ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ആവറേജ് അല്ല. ഫൈനൽ വെർഡിക്ട് ഒരിക്കലും ഇത് ആവറേജ് ഓടല്ല. വെരി വെൽ മെയ്ഡ്. ഇദ്ദേഹത്തിന് ആവറേജ് ആണ്, എനിക്ക് സൂപ്പർ ഓടാണ്. പേര് ദിലീപ്, മറ്റേ വീടും അഡ്രസ്സൊക്കെ നെഗറ്റീവ് പറയാൻ എണ്ണി ഫോണിൽ നോക്ക് മദാമ ശിക്ഷയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത അല്ല, നീ എഴുതിയിരിക്കുന്നെന്തോ എഴുതിയത് ഞാൻ നോക്കണേ. പിന്നെ പടം കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് എന്തുവാ, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യം ഈ പടത്തിന്റെ നോർത്ത് ഇന്ത്യൻ റിസപ്ഷനെ കുറിച്ചാണ്. അത് ഞാനും ചിന്തിച്ചത്. ഇത് അവിടെ എങ്ങനെ ഞാൻ വേറൊരു കാര്യം വെച്ചാല് ആ ഒരു മെയിൻ സാധനം കാണിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു ഒറിജിനൽ സംഭവം ഏതാ ഇങ്ങനെ പറയുന്നതായിട്ടുണ്ട്. ഞാൻ അത് വരുമോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. അത് മാത്രമല്ല അതെങ്ങാനും വന്നിരുന്ന അയ്യോ എന്ന് ഞാൻ ചിന്തിച്ച്. അതേമാതിരി എന്താ സംഭവം മനസ്സിലായി. ശൂലമൊക്കെ കാണിക്കുന്നുണ്ട്. അല്ല, മെയിൻ ആള് ആക്ച്വലി ഒരു ഒറിജിനൽ ഉള്ള ആളുടെ റെഫറൻസ് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിനകത്ത് ആ മെയിൻ ചെയ്യുന്ന ആള് ഒരു ഒറിജിനൽ ഉള്ള ഒരാളുടെ റെഫറൻസ് ആണ്. അയാള് മറ്റേ അയാളുടെ ഒരുപാട് നേരം റെഫറൻസ് ഈ റെഫറൻസ് എല്ലാം നമുക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് മലയുടെ മുകളിൽ പോയി ഈ റെഫറൻസ് എല്ലാം മനസ്സിലായി. ഇപ്പൊ ഈ പറയുന്ന പോലെ സുരാജിന്റെ ക്യാരക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു, എന്നാലും അത് കാരണം ആ ഒരു ഞാൻ സുരാജ് പറഞ്ഞില്ലല്ലേ
ചെറിയൊരു അറിയാലോ അതാരായിരിക്കും. അല്ല സുരാജ് എന്ന് പേര് പറയാതേ ഉള്ളൂ, പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലായിരുന്നു. പിന്നെ ഇന്നത്തെ വേറെ സംഭവം എനിക്ക് ഇപ്പോൾ ഈ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉണ്ടല്ലോ, അപ്പൊ പുള്ളിക്ക് 2 ഷെയ്ഡാണല്ലോ ആ കഥാപാത്രത്തിൽ. ഇപ്പോൾ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കഥാപാത്രം, അത് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത്, ആ കഥാപാത്രം വിചാരിക്കുന്ന പോലെയാണ് നമ്മൾ 2 പാട്ടിൽ എല്ലാ കാലവും നടന്നിട്ടുള്ളത്. പക്ഷെ ആ കഥാപാത്രം വിചാരിക്കാത്ത രീതിയിലുള്ള സംഭവം പെട്ടെന്ന് നടക്കുമ്പോഴത്തേക്കും ഒരു മൊമെന്റ് ഉണ്ടാവുന്നുണ്ടല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു അത് അൺഎക്സ്പെക്ടഡ് ആണ്, കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉള്ള സംഭവം. അവിടെ നിന്നാണ് ഇനി അടുത്ത പാട്ടിലേക്ക്. അല്ല, അത് അവിടെ കൊണ്ട് നിർത്തിയത് നല്ല പോയിന്റ് ആണ്. ഞങ്ങൾ ആക്ച്വലി ഒരു പ്രൊഡിക്ഷൻ നടത്തിയത് എവിടെയായിരിക്കും പടം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്, അതിലും ബെറ്റർ പോയിന്റ് ആണെന്ന് തോന്നുന്നു. പ്രൊഡിക്ഷൻ ആണ് ഈ പടത്തിലെ ഏറ്റവും പീക്ക് സീൻ. ഞങ്ങൾ ഇവിടെ പടം നിർത്തുമെന്ന് പറഞ്ഞാൽ അതേ വാടക നിർത്തിയേക്കുന്ന പടം. പിന്നെ പൃഥ്വിരാജിന്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചൊരു സംഭവം പറഞ്ഞു. അതായത് മുരളീഗോപി ഒരു സ്ക്രിപ്റ്റ് പൃഥ്വിരാജിന് കൊടുക്കുന്നു, എന്നിട്ട് പൃഥ്വിരാജ് വായിച്ചിട്ട് പുള്ളി ഒരു ഷൂട്ടിംഗ് ഷൂട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതിനകത്ത് സീൻ മാറ്റി എഴുതും, കുറേ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് മനസ്സിലുള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരു 2 ആശയങ്ങൾ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്ന ഫീൽ ഉണ്ടായിരുന്നു. ഇത് ഈ സെക്ഷൻസ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഈ സെക്ഷൻ ഈ പടത്തിൽ ചേർത്ത് വെക്കാൻ പറ്റിയതല്ലല്ലോ എന്ന് ഫീൽ ചെയ്ത കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. ഇത് ഈ പടത്തിനകത്ത് ഇങ്ങനെയല്ല ഇതിന്റെ എൻഡിങ് വരേണ്ടത്. ഇപ്പം വില്ലൻ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് മനസ്സിലാക്കാൻ മുരളീഗോപിന്റെ പകരം അതിനേക്കാൾ ബുദ്ധിച്ചിട്ടുള്ള ഈ റിവ്യൂ കണ്ടിട്ട് ആൾക്കാര് ഇത് ഡീകോഡ് ചെയ്യണം. കോളിംഗ് ഞാൻ മുരളീഗോപിയാണ്. അല്ല അങ്ങനല്ല, സംഭവം എന്ന് വെച്ചാല് ഇത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്കും അല്ല ഇച്ചിരിയൊക്കെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട്. ഇപ്പം എങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഈ നോൺ സ്പോയിലർ ഒന്ന് നിർത്തിയിട്ട് സ്പോയിലർ മറ്റേ മെയിൻ സ്പോയിലർ അല്ല, ചെറുതായിട്ട്. ഇപ്പൊ ഞാൻ സുരാജ് എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെ എന്തെങ്കിലുമൊക്കെ പറയാം. അല്ല അത് കുഴപ്പമില്ലല്ലോ. ഈ പോയിന്റ് വരെ പൊതുവെ എല്ലാവർക്കും പടം വർക്കാണ് അല്ലേ? ഇപ്പൊ ഈ പോയിന്റ് വരെ നോൺ സ്പോയിലർ ആണെന്ന് തോന്നുന്നു. ഇത്ര നേരം നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇനി മുമ്പോട്ട് ചെറിയ തോതിൽ സ്പോയിലർ സംസാരിക്കാൻ പോകണം. അപ്പം അല്ല ആളും പേരൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതല്ല, ഇപ്പം നമ്മൾ ഈ വില്ലൻ ക്യാരക്ടറിനെ ഫസ്റ്റ് സീനിൽ ഒരു വലിയ സീക്വൻസ് ഉണ്ടല്ലോ ഗുജറാത്ത് റൈറ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഈ പൃഥ്വിരാജിന്റെ ക്യാരക്ടറുമായിട്ട് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. കാരണം അത് ഫസ്റ്റ് ഹാഫിൽ അത് വലിയൊരു നല്ല രസമുള്ളൊരു സീക്വൻസ് ആയിരുന്നു, ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. പിന്നീട് ആ ഇമോഷൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിൽ പോയിട്ട് വേറൊരു പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് ടെയിലെൻഡിനോട് അടുപ്പിച്ചാണ് ഇതിൻ്റെ ഒരു പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് അതിൻ്റെ പ്രതികാരം വീട്ടാനുള്ള സ്പേസ് കിട്ടുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇത് പൃഥ്വിരാജ് ആണെന്ന് റീകണക്ട് ചെയ്യണം. കാരണം നമ്മൾ ആ കണ്ട ഫേസ് മറ്റേതാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ട് പൃഥ്വിരാജ് എന്ന ആ ക്യാരക്ടറിന് കൊടുക്കണം എന്ന് തോന്നിയത്. അത് എൻഡ് ചെയ്തതും അതിങ്ങനെ ഇടിയിൽ അവസാനിക്കുന്നതൊന്നും എനിക്ക് പൊതുവെ അത്ര ഇടിക്കണമെന്നല്ല, നമ്മളത് കണക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇടിച്ചിടിച്ച് ഞാൻ നിന്നെ കൊല്ലൂടെ എനിക്ക് ആ സാധനമില്ല, ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അല്ല അങ്ങനല്ല, ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം ഇമോഷണലി. പൃഥ്വിരാജ് ഞാൻ അതിന്റെ ബാക്കി അല്ല ഇതേ ഉള്ളൂ. മറ്റേ ഈ പടത്തിന്റെ സീരീസ് സ്ക്രിപ്റ്റ് ഇല്ലേ എംബ്രാൻഡ് PDF ഉണ്ട്. ക്രാഫ്റ്റ് 3 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. L3 അത് അടുത്തതിന്റെ അല്ല L3യുടെ പേര് വല്ലതും കാണിച്ചായിരുന്നു? ഒരു ഡ്രാഗൺ ഇങ്ങനെ തിരിഞ്ഞിട്ട് 3 കൊത്തും. ഈ പാട്ടിനകത്ത് 1-2 പേര് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയുന്നുണ്ട്, ചില വേർഡ്സ് ഇങ്ങനെ. അതിനകത്ത് ഒരു വേർഡ് ആയിരിക്കും മേ ബി. കാരണം എനിക്കൊന്ന് നമ്മുടെ ലൂസിഫറിന്റെ ലാസ്റ്റ് സോങ് എമ്പുരാനെ എന്നുള്ളൊരു വേർഡ് ഉണ്ട്, അതിൽ നിന്നായിരിക്കും പാട്ട് കേൾക്കാൻ പറ്റണ്ടേ ആൾക്കാർ ശബ്ദം പോലെ. പിന്നെ അത് വേറെ സംഭവം ഫസ്റ്റ് ഹാഫിൽ ഇപ്പൊ നമ്മുടെ പൃഥ്വിരാജ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒരു സീൻ ഉണ്ട്. ആ സീൻ OTT ആൾ കേട്ടപ്പോഴത്തേക്കും അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചത്. സീനാണെന്ന് മനസ്സിലാക്കാമല്ലോ, ഒരു ഇന്റർവ്യൂക്ക് മുന്നേ ഉള്ള ഒരു സീൻ. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി നമ്മുടെ മലയാള സിനിമയിലൊന്നും അങ്ങനത്തെ സീനൊന്നും നമുക്ക് എഴുതാൻ പോലും പറ്റില്ല ആൾക്കാർക്ക്. കാരണം അത് മേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് അങ്ങനെയുള്ള സാധനങ്ങൾ. കാരണം അത്ര ഹെവി ആയിട്ടുള്ള സീൻ എടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മലയാള സിനിമയുടെ സ്കെയിൽ ഈ പടം പറഞ്ഞിട്ട് വലുതാകുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിലല്ല,
എഴുത്തിൽ, അതായത് ഇങ്ങനൊരു സീൻ എടുക്കാം നമുക്ക് നാളെ മുതൽ അല്ലേ, ചിന്തയിൽ. ഫോർ എക്സാമ്പിൾ ഒരുപാട് ഫോറിൻ ഓർഗനൈസേഷൻസിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്ക് വളരെ സ്റ്റോറിയിൽ വളരെ പ്രിഡോമിനന്റ് മറ്റേ ഫോഴ്സ് ആയിട്ട് അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മളങ്ങനെ എഴുതത്തില്ല. ഇന്ന ഒരു സെക്ഷൻ, ഈ പറയുന്ന ഫോറിൻ സെക്ഷൻ എന്ന് പറയുന്നതിനകത്ത് മറ്റേ ഈ ജെയിംസ് ബോണ്ട് ഒക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണ് അവിടുത്തെ. ബട്ട് അത് ഒരു എഫേർട്ടാണ്, അത് 100% അത് പക്കായിട്ട് വർക്കായെന്ന് അല്ല, അങ്ങനെ ചെയ്യുന്നതിന് വലിയ കാരണം മലയാള സിനിമയിൽ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവില് അത് വർക്കാണ്. അതായത് നമ്മുടെ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു സംഭവം വന്നു വരണം. പക്ഷെ നമ്മളിങ്ങനെ പല രാജ്യങ്ങളിലെ സിനിമകൾ കാണുന്നുണ്ട്. ആ എഫേർട്ടിന് ഫുൾ മാർക്സ് എന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അല്ല, ചെറുതായിട്ട് പറയാലോ അല്ലേ, അതായത് മറ്റേ ആ ഏജന്റ് ഇല്ലേ, അവർക്ക് മറ്റേ ഏജന്റ് എക്സ് അല്ല, അവർക്ക് സത്യം മനസ്സിലാകുന്ന ഉണ്ടല്ലോ ഒരു ഫോട്ടോ കാണുമ്പോൾ, അതൊക്കെ പക്ഷെ കറക്റ്റ് ആയിട്ട് വന്നു. സെക്കൻഡ് ഹാഫിന്റെ സ്റ്റാർട്ടിങ്, അതായത് ഈ ഫസ്റ്റ് ഹാഫിന്റെ എൻഡിങ് പോർഷൻ ഉണ്ട് ഈ വിദേശത്ത് പോകുന്നത്, ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കുറച്ച് അതാ ഞാൻ പറഞ്ഞത്, മറ്റേ ഈ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയാണ് കുറച്ച് ഇത് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് വർക്ക് ചെയ്ത്. സെക്കൻഡ് ഹാഫിന്റെ ഈ പറയുന്ന പോലെ സെക്കൻഡ് പോർഷൻ കുറച്ച് ഒരു സെക്കൻഡ് ഹാഫിന്റെ ആ ഒരു മിഡ് പോയിന്റ് ക്ലൈമാക്സും ആ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും കുറച്ച് താവട്ടു, കുറച്ച് തേയിലന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ സംഭവം കാണാം. അതിന്റെ റീസണിങ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതായത് ഈ ഡ്രാമ മിസ്സാവും ആ പോയിന്റിലൊക്കെ. അങ്ങനെ ഇടിച്ച് തീർത്തോ, പക്ഷെ ആ ഡ്രാമ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഫീൽ. അതായത് അത്രയും നേരം ആ ഡ്രാമ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇടി തുടങ്ങുമ്പോഴത്തേക്കും ഓക്കെ ഡ്രാമയൊക്കെ മാറ്റി വെച്ചു, ഇനി ഇടി ആ ലൈനിൽ. അത് ലൂസിഫറിന്റെയും ക്ലൈമാക്സ് അങ്ങനെ. പിന്നെ ലൂസിഫറിന്റെ ലാസ്റ്റ് പോയിന്റ് ആ പാട്ട് ഫുൾ ഇടിയും, പിന്നെ പാട്ട് നിന്നിട്ടാണ് പിന്നെ ഒരു പോയിന്റ്. എനിക്ക് തോന്നുന്നു പക്ഷെ അത് കാരണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂവി അവസാനിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആ പടത്തിന്റെ ഒരു അതായത് അത് ഓക്കെ അല്ല. ചില മൂവി എന്റെ അഭിപ്രായം പറയുന്നത്, ഇപ്പൊ ചില മൂവി ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഈ പടം 3 മണിക്കൂറുണ്ട്. അപ്പൊ നമ്മളിപ്പം ഇപ്പൊ വിശാല പറഞ്ഞ പോലെ സാധാരണ ഓഡിയൻസിന് ചില സമയങ്ങളിൽ ചിലപ്പോൾ ഹൈ തോന്നിയേക്കാം, ഡൗൺ തോന്നിയേക്കാം. പക്ഷെ ക്ലൈമാക്സിൽ ഈ പറയപ്പെടുന്ന ഒരു ആവറേജ് അനുഭവം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു അയ്യോ പടം പോരെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ അതേസമയത്ത് ഇപ്പൊ ഈ ഡ്രാമയൊക്കെ മാറ്റി വെച്ച് ലാസ്റ്റ് ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി കണ്ടിറങ്ങുമ്പോഴേക്ക് നമുക്ക് എന്താ തോന്നുന്നത്, നമുക്ക് വെയിറ്റ് ചെയ്യാം, കൊള്ളാം സംഭവം കൊള്ളാം, അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നത്. ഞാൻ പറഞ്ഞത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാല് ഇതിന്റെ ഫൈറ്റിന്റെ കൊറിയോഗ്രാഫി ആ സംഭവം അതിനുള്ള ഏരിയയില്ല. അതായത് ഇപ്പം നമ്മള് സൈദ് മധുവിന്റെ ക്ലൈമാക്സ് അവരുടെ ഫൈറ്റ് നടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ ഇവരിത് ചെയ്യുന്നു, സിനിമയാണ് നമ്മൾ സ്ക്രീനിൽ നോക്കി കാണും. പക്ഷെ ഇവന്റെ ക്യാരക്ടറിന്റെ സ്റ്റോറി നമുക്കറിയാം. പക്ഷെ നമുക്ക് ഈ പൃഥ്വിരാജിന്റെ നമ്മൾ അതിന് സമയം ചെലവഴിച്ചിട്ടില്ല. നമ്മൾ കാണുമ്പോൾ പുള്ളി വരെ പിടിച്ചിങ്ങനെ എപ്പോഴും ലാൻഡർ ബാറ്റിൽ നിൽക്കുക. അല്ലാതെ പുള്ളിയുടെ പ്രസന്റിലുള്ള പുള്ളിയുടെ ഒരു ഇമോഷണൽ ലൈനോ അല്ലെങ്കിൽ പുള്ളിയെ നമുക്ക് കുറച്ചുകൂടെ കണ്ടാല് ഈ ലാസ്റ്റ് വരുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കണക്ഷൻ ഉണ്ടാവും. നമുക്ക് ഫുൾഫിൽ ആവും, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം കാരണം എനിക്ക് തോന്നിയത് ഈ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ ഈ പടത്തിലെ ഇൻട്രോ എന്ന് പറയുന്നത് കുറെ കൂടെ സ്റ്റൈൽ ബേസ്ഡ് ആണ്. അത് എന്താ പറയാ കുറെ കൂടെ കൊമേഴ്ഷ്യൽ ലൈനിലാണ് അത് പുഷ് ചെയ്തത്. അതെ, അപ്പം പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ത്രൂ ഔട്ട് ഒരു സ്റ്റൈൽ ബേസ്ഡ് ആണ്. പക്ഷേ ഈ പടത്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന് തന്നെയാണ് ഇമോഷണൽ വെച്ചേക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ ആ ക്യാരക്ടറിനെ ഇമോഷണലി ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു ആ സംഭവം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സ്റ്റോറി കണ്ടപ്പോൾ നമുക്ക് ആ ഇമോഷൻ വർക്കായി. പക്ഷെ പ്രസന്റിലേക്ക് എത്തുമ്പോൾ പുള്ളി സ്റ്റൈലിഷ് ആയിട്ട് കാണിക്കുക. പുള്ളി വന്ന് നിൽക്കുമ്പോൾ ഇത്രയും ഇമോഷണൽ ഉള്ള ഒരാളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, ഇത്രയും വലിയൊരു ബാക്ക് സ്റ്റോറി ഉള്ള ഒരാളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളൊരു സംഭവം നമുക്ക് വർക്കായിരുന്നു. അല്ല, അതിനെല്ലാം കൂടെ സമയമുണ്ടോ ഈ പറയുന്നത്? സമയത്തിന്റെ അല്ല, മറ്റേ ഇൻട്രോ അത് നല്ല ഇൻട്രോ ആണ്, സ്റ്റൈലിഷ് ഇൻട്രോ ആണ് പൃഥ്വിരാജിന്റെ ഇൻട്രോ. പക്ഷെ അതിന് പകരം ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ക്ലൈമാക്സ് ഫൈറ്റ് കുറെ കൂടെ എനിക്ക് ഇമ്പാക്ട്ഫുൾ ആയാലും ഉദ്ദേശിച്ചത്. അപ്പൊ ഫൈറ്റ് നടക്കുമ്പോഴും ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൊറിയോഗ്രാഫി കുറച്ച് റെഗുലർ സംഭവമാണ്. ഇപ്പൊ തെലുങ്ക് പടത്തിലൊക്കെ നമ്മള് അത് ചിലപ്പോ ഒരു പാൻ ഇന്ത്യൻ ഈ പറയുന്ന പോലെ തെലുങ്കിലോ ഫോർമാറ്റ് ആണ്. അപ്പൊ നമുക്കിപ്പോ പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഈ പടത്തിന്റെ ഫുൾ ഓവറോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ഡയറക്ഷനാണ്. കൊമേഴ്ഷ്യൽ പടത്തിൽ അങ്ങനെ കണ്ടുവരുന്ന ഡയറക്ഷനിൽ അപ്പൊ അതേ ഒരു വ്യത്യസ്തത ഫൈറ്റ് കൊറിയോഗ്രഫിയിലും പുള്ളി കൊണ്ടുവരാറുണ്ട്. പുള്ളി ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഫൈറ്റ് ആണെന്ന് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോ ആ എൻജോയ് ചെയ്ത് ചെയ്യുന്നതിന് ഒരു ഡിഫറൻസ് എല്ലാവരും നമുക്ക് നമ്മള്
പുത്താനെ പറ്റി പറഞ്ഞു, മോഹൻലാലിനെ പറ്റി പറഞ്ഞു, നമുക്ക് മഞ്ജു വാര്യരെ പറ്റി സംസാരിക്കും. ഈ പറയുന്ന പീക്ക് പോയിന്റ്സിൽ വേറൊരു പീക്ക് പോയിന്റ് ഉള്ള വ്യക്തി മഞ്ജു വാര്യരാണ്. അത് ഭയങ്കര നല്ല പീക്ക് പോയിന്റ്, ഭയങ്കര ഹൈ ആണ് ആ പോയിന്റ്. അത് ലൂസിഫറിനേക്കാൾ കൂടുതൽ മഞ്ജു വാര്യറിന് ഭയങ്കര എന്താ ഒരുപാട് വിക്ടിം, ഭയങ്കര സാഹചര്യങ്ങൾ വിക്ടിമാണ് ഇതിനകത്ത്. അതിൽ നിന്ന് ഈ രണ്ട് പടം എടുക്കുന്നെങ്കിൽ അവരുടെ ആർക്ക് പോകണം ഭയങ്കര പവർഫുൾ കംബാക്ക് ആണ്. ഇനിയിപ്പം തടസ്സങ്ങളൊന്നുമില്ല. ഇനിയിപ്പം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത പോയിന്റ് അതെ വളരെ ഇത് മറ്റേ നോർത്തിലേക്ക് കാണുന്നവർക്ക് കുറെയെങ്കിലും ഒക്കെ അവർ വിശ്വസിക്കുന്ന ഐഡിയോളജിക്ക് എതിരെയുള്ള പടമല്ലേ, അവർ വിശ്വസിക്കാത്ത പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പടമല്ലേ എന്നൊക്കെ തോന്നാം. അതുകൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. എല്ലാ പാർട്ടിനെയും അത്യാവശ്യം അല്ല ഈ മെയിൻ ആളുകൾ ഐത് പാർട്ടിയാണ്. അങ്ങനെ ക്ലീൻ ചിറ്റ് ആയിട്ട് ആർക്കും കൊടുക്കുന്നില്ല. എല്ലാത്തിലും അത്യാവശ്യം തുറപ്പന്മാരാണ് ഉണ്ട്. പക്ഷെ എല്ലാത്തിലും തുറപ്പന്മാരുണ്ട്. പക്ഷെ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു പാർട്ടിയിലാണ്. ആ പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഈ ഹൈ മൊമെന്റ് ഉണ്ടാവുന്നത്. അല്ല, വില്ലൻ എന്ന് പറയുന്ന മറ്റേ പാർട്ടിയാണല്ലോ. അപ്പൊ പിന്നെ അത് ആയി അവരെ ഓപ്പോസിറ്റ്. അങ്ങനെ അത് ശരി തെറ്റെന്നുള്ളതല്ലടാ, ഇത് കാണുന്നവർക്ക് ഫീൽ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറയും. അതാണ് ശരിയെന്ന് പറയുന്നത്. പക്ഷെ അത് പക്ഷെ ഒരു മതപരമായിട്ട് കാണിച്ചിട്ടുമില്ല. കുറച്ച് സട്ടിൽ ആയതുകൊണ്ട്. പക്ഷെ അവര് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും പടത്തിനെ കാണുമ്പം ഇത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിയുള്ളവന്മാർക്ക്. അല്ല, അതൊരു മതപരമായിട്ട് കാണിച്ചിട്ടുമില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ആ രക്ഷിച്ചോണ്ട് വരുന്ന ആ സംഭവമൊക്കെ വേറെ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സാധനം കണ്ട കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മളതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പുണ്ടാകുന്ന ഒരു ക്യാമിയോ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് സിനിമ ഇറങ്ങുന്ന ഓർമ്മയുണ്ടോ? എത്ര പേരാ പറഞ്ഞേ? ഒരുപാട് ആൾക്കാരുടെ പേര് പറഞ്ഞില്ല ക്യാമിയോ. സിനിമ കാണാൻ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ ആ കേട്ടതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് സിനിമ ആസ്വദിക്കും. അങ്ങനെ നോക്കണ്ടേ, ഉള്ളവരല്ല. ഇപ്പം ടോവിനോടെ ക്യാരക്ടർ ആണെങ്കിൽ ടോവിന അടിപൊളിയായിട്ട് ചെയ്ത് മഞ്ജു വാര്യർ ലൂസിഫറിനൊക്കെ ബെറ്റർ ആർക്കുമാണ് ബെറ്റർ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആ റോള് മഞ്ജു വാര്യർ ചെയ്താലേ ശരിയാവുള്ളൂ. കാര്യം ആ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കണം. മഞ്ജു വാര്യർ തന്നെ വേണം. ആ ക്യാരക്ടറിനൊരു ഇതിനകത്തൊരു ചെറിയ ആർക്ക് പോലെ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ പുള്ളിക്കാരത്തിന്റെ ഒരു സ്പീച്ചിന് ആ സ്പീച്ച് ശരിയായില്ല എന്നൊരു ക്രിറ്റിസിസം കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറൊരു സ്പീച്ചാണ് അതിന്റെ ടോട്ടൽ ഹൈലൈറ്റ് സെറ്റിംഗ് വേ ഓഫ് പോലെ ചെറിയ നമ്മൾ ആ സ്പീച്ചാണ് പുള്ളിക്കാരത്തിന്റെ ഇതായിട്ട് മറ്റേ ലാസ്റ്റ്. അപ്പൊ അങ്ങനെ അത് റൈറ്റിംഗിൽ വരുന്ന അത് ഭയങ്കര അതന്നെ. സാനിയപ്പൻ ആ സ്പീച്ച് കണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇതിനകത്ത് പുള്ളിക്കാരത്തേക്കായിരുന്നു ഏറ്റവും കുറച്ച് പിന്നെ ഈ സിനിമയില് ലൂസിഫറിന്റെ ഒരുപാട് സീനുകളുടെ ഒരുപാട് റെഫറൻസിന്റെ ഒരു കോൾ ബാക്ക് റെഫറൻസസ് ഉണ്ടായിരുന്നു. അത് തിയേറ്ററിൽ പടം കണ്ട ലൂസിഫർ കണ്ട എല്ലാവർക്കും ഉള്ള സാധനം. എല്ലാവർക്കും ഡയലോഗ് ഈ പറഞ്ഞ ഒരുപാട് ഷോട്ട് നമ്മുടെ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. വാടാ പറയാത്തപ്പം വാടാ തിയേറ്റർ മുഴുവൻ. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞാല് എന്ന അക്ഷരം ഏതൊക്കെ രീതിയിൽ കാണിക്കാവോ അതെല്ലാം രസകരമായ മൊമെന്റ്സും ആണ്. ഞാൻ വിചാരിച്ചു ഇനി ഇവർ എല്ലാം കൂടെ വന്നാൽ മുറുകി തുപ്പവരെ അങ്ങനെ ആ ലെവലാണ്. നല്ല രസമുണ്ടാണ്. അതെ ചില സാധനങ്ങൾ വീഴുമ്പോൾ നമ്മൾ എന്തോ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ആയിരിക്കും, പിന്നീട് അത് റിവേഴ്സ് ഷോട്ടൊക്കെ അല്ല ഇതിനകത്ത്. പക്ഷെ ഒരു ഇന്ദ്രജിത്തിനൊരു ഇത് കുറഞ്ഞു പോയോ എന്ന് എനിക്ക് തോന്നി. സ്പേസ് പല കഥാപാത്രത്തിനും ഇപ്പൊ ഞാൻ പറയാം. നമ്മുടെ സായികുമാറിന്റെ കഥാപാത്രം ഇല്ലേ, നമ്മള് ഫസ്റ്റ് പാട്ട് എനിക്ക് അവര് തിരിച്ച് കണ്ടുപിടുന്നുണ്ടായിരുന്നു. അല്ല അതല്ല, ഇപ്പൊ ഇന്ദ്രജിത്ത് ഭയങ്കര സത്യാന്വേഷിയാണ് എന്നുള്ള രീതിയിലല്ലേ ലൂസിഫറിൽ അവസാനിപ്പിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സീനാ ഇന്ദ്രജിത്തിനെ കൊണ്ടുപോകുന്ന റാവുത്തറിന്റെ അവിടെ നിന്ന് തുടങ്ങുന്ന കുറച്ച് സംഭവങ്ങൾ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വിശാല പറഞ്ഞ പോലെ ഒരു കഥാപാത്രത്തെ, അതായത് നമ്മള് ഖുറേഷി അബ്രഹാമിന്റെ ഒരു സ്ഥലത്തേക്ക് ഇവിടുത്തെ കഥാപാത്രത്തിന് എന്തിനു കൊണ്ടുപോയി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഗെയിം ഓഫ് ത്രോൺസ് കാണുന്ന സമയത്തായിരുന്നു ഈ ക്യാരക്ടറുള്ള ഇവരൊന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ അങ്ങനെ കുറെ ആഗ്രഹിച്ച പോലെ ഇതിനകത്ത് 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവര് കണ്ടുമുട്ടി. അപ്പൊ അതൊക്കെ വലിയ എൻഡിങ് ഉണ്ട് ഇതിനകത്ത്. എല്ലാരും പറയാം, ഇതിന് സ്പിൻ ഓഫ് ഉണ്ടാവും.
ഇത് കണ്ടോണ്ടിരിക്കുന്നത് എന്തുവാണിത് എല്ലാരും കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ആ, വരുന്നത്. മൊത്തം 500 റൈവാനിൽ നിന്ന് ഇറങ്ങി പാതി പേര് വീട്ടിലിപ്പോട്ട് റിവ്യൂ പറയാം. ഇത് കഴിഞ്ഞ് കുറച്ചുപേരോട് വരുന്നുണ്ട് റിവ്യൂ പറയാൻ ഇവിടെ. ഡയറക്ഷൻ വൈസ് ഒരുപാട് ഏരിയാസിൽ ഇതിന്റെ ഡയറക്ടറുടെ സിനിമയായിട്ട് കാണാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ മലയാളത്തിൽ ഇതേപോലെ വലിയ സ്കില്ലുള്ള പടം എടുക്കാനുള്ള ആൾക്കാരും കുറവാണ്. പക്ഷെ പുള്ളി പ്രൂവ് ചെയ്യുന്നുണ്ട് വീണ്ടും. ഫിക്ഷനോടെ ചെയ്യാൻ അല്ലേ? അല്ല ഇത് ഇപ്പൊ നമ്മുടെ മലയാളം ഡയറക്ടേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് അവർ അവരുടെ രീതിയിൽ പടം എടുത്ത് നോക്കും. അതെ. അത് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നില്ല. ഇപ്പൊ നമ്മൾ മലിക്കോട്ടെ വാലിബം കണ്ടു കഴിഞ്ഞാൽ നല്ല പടമായിരിക്കാം, പക്ഷെ അത് ഇപ്പൊ കേരളത്തിലുള്ള മലയാളം ഇവിടെ പൃഥ്വിരാജ് ട്രൈ ചെയ്യുന്നത് ഈ സിനിമ എനിക്ക് ഒരു ഇന്ന ഓഡിയൻസിന് വേണ്ടി മാത്രമല്ല. അതെ, wide ഇത് audience കാണുന്നതിൽ ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെടണം. അത് അവർക്കൊരു ഭയങ്കര നിർബന്ധമുണ്ട്. അതെ പിന്നെ എല്ലാ type audience-നും connect ആവണം. എന്നാലേ ഈ സിനിമ ഇവർ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഇവർക്ക് ഇതിനൊരു റിട്ടേൺ ഉണ്ടാവും. ആ റിട്ടേൺ ഉണ്ടായാലും അടുത്ത സിനിമയ്ക്ക് ഇവർക്ക് വലിയൊരു ഹ്യൂജ് പറഞ്ഞു. ഇത് രണ്ടും ചെറിയ പടമാണ്, വലിയ പടമാണെന്ന് പറയുന്നത്. ആ വലിയ പടം ചെയ്യാൻ വേണ്ട ബജറ്റ് കിട്ടണമെങ്കിൽ ഇതിന്റെ വിജയം ഭയങ്കര അനിവാര്യം. ആ ഐഡിയയുടെ ബേസ് പുള്ളി തന്നെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അത് മുരളി ഗോപിയാണ്. അതായത് ഇപ്പം എനിക്ക് ലോകത്തിന് മുഴുവൻ നന്മയുള്ള ഒരു ആശയം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷെ ഞാനത് 10 പേർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു പടമായിട്ട് ചുരുക്കുക. അപ്പൊ അതുകൊണ്ട് ഒരു ഗുണമില്ല. അതിന് പകരം ആ ആശയത്തെ കുറെ കൂടെ കളർഫുൾ ഒരു പൊതിയിലാക്കി മൂടി പ്രസന്റ് ചെയ്യുമ്പം കുറച്ചുകൂടെ ആളുകൾ തുറന്നു നോക്കും. അപ്പൊ ആ മേളിലുള്ള ലെയർ ആണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പടം, ഉള്ളിലുള്ളതാണ് ഈ പൊളിറ്റിക്കൽ കമന്ററിയും മറ്റു കാര്യങ്ങളൊക്കെ. മാക്സിമം റീച്ച് കിട്ടുക. റീച്ച് കിട്ടുക, എന്നിട്ട് ആളുകൾ പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോൾ അതിനകത്ത് കാണിച്ചത് ഗുജറാത്തി റേറ്റ് അല്ലേ, അതാണ് ഇതാണ്, ഇങ്ങനെ ഒരു ചർച്ച ഉണ്ട്. ഈ സിനിമ അപ്പൊ ഈ ഫോർമാറ്റിലെ കൂടുതൽ ആളുകളിലേക്ക് ആ മെസ്സേജിങ് എത്തത്തുള്ളൂ. എന്നാ ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യും പടം എത്ര കോടി കളക്ട് ചെയ്യും? പറ ബജറ്റ് കറക്റ്റായിട്ട് നമ്മൾ എത്ര പറയുന്നു അതിന് താഴെ രാജീവൻ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഒരു 100 കോടിയാണ് ഒരു 160. അല്ല ബഡ്ജറ്റ് ആണോ കളക്ഷൻ? കളക്ഷൻ കേരളത്തിൽ നിന്ന് ഒരു 150. ടോട്ടൽ 350 ആണ്. കേരളം 350 കോടി കളക്ട് ചെയ്യും. അല്ല 350 മുകളിൽ പോകും. ടോട്ടൽ 350 മുകളിൽ പോകും. ഒരു 350-400 കോടിയാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. ഇത് കട്ട് ചെയ്യണം കേട്ടോ. എമ്പുരാൻ 350-400 കോടിക്കടയിൽ അതാ പറയാ, കേരളത്തിൽ നിന്ന് മാത്രം ഒരു 150. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല 380. ബാക്കി 15 കോടി കൂടെ പോയി. എന്തായാലും 500 കോടി എന്ന് പറയാം. 500 പറയാൻ ധൈര്യം L3 ആണെങ്കിൽ 500 പറയാൻ പറ്റും. കാരണം സ്റ്റാർട്ടിങ് പോലെ തോന്നി. അതായത് മലയാളത്തിന്റെ ഒരു മറ്റേ വെള്ളോട്ട് പോകുന്ന ഒരു സ്റ്റാർട്ടിങ്. ഇതിങ്ങനെ ആദ്യത്തെ കാലം മുരളി പറഞ്ഞ പോലെ ഇതിന്റെ നടുക്കഷ്ണം പോലെ, അതായത് ഇത് അങ്ങോട്ട് ഒരു വലിയ കാലെടുത്ത് വെക്കുവാണ്, പക്ഷെ അത് അവിടെ എത്തിയില്ല. എന്നാൽ ഇവിടുന്ന് പുറപ്പെട്ട് നമുക്ക് അറിയാം അവിടെയാണ് എത്താൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഏരിയ നിൽക്കുന്നുണ്ട്. 500 പറയുന്നില്ല, 350 പറയാം. ആ റേഞ്ച് എന്തായാലും പോകും. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇത് KGF 2 പോലെയോ ബാഹുബലി 2 പോലെയോ ഇതാകും എന്ന് നമുക്കിപ്പോ അങ്ങനെ ആഗ്രഹിക്കാനും പറ്റത്തില്ല. കാരണം അത് അടുത്ത പാർട്ട് ആയിക്കൂടാ. അങ്ങനെയാവാം. ഇപ്പൊ ബാഹുബലി ഫസ്റ്റ് സംഭവിച്ച പോലെ KGF ഫസ്റ്റ് സംഭവിച്ച പോലെ അല്ലെ കാന്താര സംഭവിച്ച പോലെ നമ്മുടെ KGF 1-നേക്കാൾ KGF 2 ആണ് ഭയങ്കര ഹിറ്റായത്. ഇവിടെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമക്ക് ഇത്ര വൈഡ് റിലീസ് ഒന്നും ഇല്ല. നമ്മുടെ ഫസ്റ്റ് പടം എമ്പുരാനാണ്. നമുക്ക് L3ക്ക് വേണ്ടിയിട്ട് നമുക്ക് അത്രയും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വലിയൊരു എമൗണ്ട് 500 മേളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്കോപ്പുള്ള പടം L3 ആയിരിക്കും. കാര്യം ഈ സിനിമയ്ക്ക് ഒരു നല്ല റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും. അവർ ഈ പടം കണ്ടു. ഇനി ഇവർക്ക് ഇപ്പം ഇനി അടുത്ത പടം വരെ ഈ തിയറീസ് ഒരുപാടുണ്ടാവും. അപ്പൊ ഈ പടം കണ്ടവരും കാണാനുള്ളവർക്കൊക്കെ ഈ തിയറി പലതും വായിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, L3 ലാലേട്ടൻ കാണുമോ? L3 ലാലേട്ടൻ ഇല്ല. കാണുമോ? അല്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചത്. ക്ലൈമാക്സ് ഷാരൂഖ് ഖാൻ കാര്യമൊന്നും പറഞ്ഞില്ല. ഈ നിൽക്കുന്ന മേജർ ആരാന്ന് എല്ലാ ദിവസവും വെള്ളമടിക്കുന്ന ആവശ്യമുണ്ടോ? ദിലീപ് പറയാൻ നെഗറ്റീവ് പറയാന്നുണ്ടെന്ന് പറഞ്ഞില്ല. അല്ല പിന്നെ ആര് ചെയ്യും? അല്ല ആവശ്യമുണ്ടോ? ബിൽഡ് ചെയ്ത് വെച്ചല്ലോ, ഇനി അതിന് ഉണ്ട്. പിന്നെ അവസാനം ഒന്ന് വന്നാലും മതിയാവും. അല്ല ആഗ്രഹപ്രകാരം ഇതിന്റെ മറ്റേ വർക്കാതെ പോയ ഹാഫുമാണ് L3 എങ്കിൽ എന്നുള്ള ഇതേ ഉള്ളൂ.
ഫുള്ളി ഇന്റർനാഷണൽ പരിപാടി മാത്രമേ ആവത്തുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അല്ല അങ്ങനെ അല്ലല്ലോ കാണിച്ച ലാസ്റ്റ്. അല്ലല്ല പക്ഷേ അല്ല മറ്റേ പത്രക്കെട്ടുകൾ ലാസ്റ്റ് കാണിക്കുന്നില്ല അതിനകത്ത് ഇന്റർനാഷണൽ തിരിച്ച് അത് തന്നെ ഇന്റർനാഷണൽ വരുമ്പം ആ ഒരു ഇന്റർനാഷണൽ വരുമ്പം L3 എടുക്കുമ്പോഴേ അതിനകത്ത് എല്ലാം അല്ല ഇപ്പൊ ഇതിനകത്ത് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് അറിയണമെന്ന് മറ്റും പറയുന്നുണ്ടല്ലോ. അല്ലെ ഇതിനകത്ത് സംഭവം നമ്മൾ ഇതിനകത്ത് ഇപ്പൊ നമ്മള് ഈ പാർട്ടി കാണുന്നത് സൈദ് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറി നമ്മൾ കണ്ടു. അതാണ് പൃഥ്വിരാജിന്റെ. ഇതുവരെ നമ്മൾ നമ്മള് കാണാത്തത് ഖുറൈഷിയുടെ ബാക്ക് സ്റ്റോറി എന്താ സംഭവം നമുക്ക് ഇതുവരെ അറിയില്ല. അറിയത്തില്ല. പുള്ളി കേൾക്കുന്നുണ്ടല്ലോ എനിക്ക് അവന്റെ ബാക്ക് സ്റ്റോറി ആണെന്ന് പുള്ളി അവസാനം ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഈ രണ്ട് പടം എടുക്കുമ്പോഴേ ഇപ്പൊ സ്റ്റീഫനോ ഖുറൈഷിക്കോ ഡയറക്റ്റ് ഒരു വില്ലൻ നമുക്ക് ഇതുവരെ ഇല്ല. അല്ല ഇൻഡയറക്റ്റ് പണികളാ പരിപാടി. ഇനിയാണ് നമുക്കൊരു ഡയറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പവർഫുൾ ആയിട്ടുള്ള വില്ലന്മാരില്ല. എബ്രഹാമിന്റെ ഖുറൈഷിയുടെ ഓപ്പോസിറ്റ് നിൽക്കാനുള്ള അത് പറഞ്ഞപ്പോഴേ രണ്ട് പടത്തിലും ആക്ച്വലി നല്ല രീതിയിൽ വില്ലനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് പടത്തിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വില്ലനെ കൊണ്ടുവരാൻ പറ്റി. ഇതിനകത്തും അയാളെ റീപ്ലേസ് ചെയ്ത് വരുന്ന വില്ലനും ഇൻട്രസ്റ്റിംഗ് ആണ്, സ്ട്രെങ്ത് ഉള്ള വില്ലന്മാരാണ്. പുള്ളിയുടെ ഡയറക്റ്റ് അല്ലെന്നുള്ളത് ഇനിയാണ്. പക്ഷെ നമ്മള് നോക്കുമ്പം ആര് വന്നാലും അത്രേ ഉള്ളൂ, ഇവിടെ അത്രേ ഉള്ളൂ. അതാണ് ഇപ്പൊ ഇനി വരാൻ പോകുന്ന വില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒപ്പം നിൽക്കുന്ന ആളാ. നമ്മുടെ ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് പൃഥ്വിരാജ് കാര്യം പറയുന്നുണ്ടല്ലോ, അതായത് ഈ ഖുറൈഷി ഗ്യാങ്ങിന് നമ്മൾ വിചാരിച്ചിരുന്നത് എന്താ അതിനെതിരെ ഒരു ശക്തി ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ ഒരു ശക്തി ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് അതിന്റെ ആൻസർ നമ്മൾ പണം കാണുമ്പോൾ കിട്ടുന്നുണ്ട് നമുക്ക്. ശക്തിയുടെ ഒരു ചെറിയത് കാണിക്കുന്നുണ്ട്. ഖുറൈഷിയുടെ ഗ്യാങ്ങിനകത്ത് കയറിയിട്ട് മണിയാണെങ്കിൽ അവരൊന്നും മൊത്തം കാണിക്കുന്ന ചെറുതല്ല, നല്ല പണിയാ കൊടുക്കുന്നത്. അല്ല വില്ലന്റെ പവർ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് വില്ലൻ എന്താന്നുള്ളത്. കാരണം എപ്പോഴും നമുക്ക് ഇപ്പൊ L3 പോകുമ്പോഴത്തേക്കും നമ്മൾ കണ്ട വില്ലന്മാരെക്കാൾ ശക്തനായിട്ടുള്ള വില്ലനാണെന്നുണ്ടെങ്കിൽ നമുക്ക് രസമാണ്. അപ്പോഴാണ് ഈ കഥാപാത്രം വലുതാകുന്നത്. ഇപ്പൊ ഖുറൈഷിയുടെ വലിപ്പം ഇനിയും കൂടാൻ വേണ്ടി പോകുന്നത് അല്ല അറിയാൻ വേണ്ടി പോകുന്നത് മേ ബി ആ വില്ലൻ കൂടെ വലുതായി കഴിയുമ്പോഴായിരിക്കും. സ്റ്റീഫൻ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനോട് ബൈ പറയുന്നുണ്ട് ഒരു ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും. അതുകൊണ്ട് പടം കണ്ടിട്ടില്ലേ നീ പറ. ബൈ പറയുന്നുണ്ടെന്ന് വെച്ചാൽ അത് ലൂസിഫറിലും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാൻ ബൈ പറഞ്ഞു പോവാ പറഞ്ഞിട്ടാണല്ലോ പിന്നെ വീണ്ടും വരുന്നുണ്ട്. കുഴപ്പമില്ല. എത്ര വർഷം എന്തുകൊണ്ടാണ് എടുത്തെന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. മറ്റേ ആരോടാണോ പറയുന്നത് ആ ക്യാരക്ടറിന്റെ റിയൽ ലൈഫ് കൺസ്ട്രെയിൻസ് വെച്ചിട്ടായിരിക്കാം. മനസ്സിലായോ? റിയൽ ലൈഫിൽ പുള്ളി എന്ത് പൊസിഷനിലാണോ ഏജ് വൈസും ഒക്കെ. അപ്പം ഇനിയൊരു ഇത് ഇല്ലെങ്കിൽ വേറെ ആരും ഇല്ല അങ്ങനെ ഇല്ലെങ്കിലും ഓക്കെയാണ്. ഈ പടത്തിലൊരു ഓഫ് അല്ല ഈ പടത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം പറഞ്ഞാലും അതല്ല ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഒരു നമ്മള് സ്പോയിലറിന്റെ ഇത് കേട്ടിട്ടും നിങ്ങൾക്ക് ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാം. അല്ലെ ഇത് തന്നെ ഞങ്ങൾ 10 മിനിറ്റ് റിവ്യൂ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും നീണ്ട് അതിനർത്ഥം നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പം സോ എല്ലാരും 5 മിനിറ്റ് വേണ്ടി റിവ്യൂ പറഞ്ഞ പടം സൂപ്പർ, 5 മിനിറ്റ് റിവ്യൂ പറഞ്ഞ പടം മോശം, അരമണിക്കൂർ പറഞ്ഞു പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ല അതാ പറയാം, കുറെ പറയാനുണ്ട് നമുക്ക് സംസാരിക്കാനാണ് ഒരു വലിയ നല്ല ടോപ്പിക്കാണ് ഇത്. പക്ഷെ ഇപ്പൊ നമ്മളത് പറഞ്ഞാൽ നിങ്ങൾ പടം കാണാൻ പോകുന്ന ഇപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ, ഇന്ന് ഈ റിവ്യൂ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് കാണുന്ന കുറച്ച് ആൾക്കാർക്ക് നാളെ ഇത് സ്പോയിൽ പോകും, അവർക്ക് കാണാൻ പോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി അധികം സംസാരിക്കാതെ നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ പോകും. ഇനി പറഞ്ഞ എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവും. നമുക്ക് പറയാൻ ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ നമ്മൾ പറയുമ്പോൾ നമുക്ക് സ്പോയിലർ ഇല്ലാതെ പറയാൻ പറ്റില്ല. അതിന് പറ്റുന്നില്ല, കടിച്ചു പിടിച്ചിരിക്കുവോ. അതെ ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ സ്പോയിലർ പറയാൻ മെയിൻ പോയിന്റ് ടച്ച് ചെയ്ത് പോയില്ലേ? എല്ലാത്തിനും അത്യാവശ്യം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം പോയത് മ്യൂസിക് മ്യൂസിക് വൻ കിടുവായിരുന്നു. അത് തിയേറ്ററിൽ പഴയ ഒരു പാട്ടിന്റെ റീമിക്സ് വരുന്നുണ്ട്. അതും അതെ അതൊക്കെ നല്ല പൊളി സാധനം. ഫസ്റ്റ് പാർട്ടിൽ ദീപത്തേനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നൊരു ഒരു ചോദ്യം മറ്റേ ടൈറ്റിൽ സീക്വൻസിലെ ബീജിയം തന്നെ ചോദ്യം ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ടൈറ്റിൽ സീക്വൻസ് അല്ല നമുക്ക് ഇതിന്റെ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിരുദ്ധിന് കൊടുത്താൽ പോയ വലിയ പടമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ രവി ബസൂറിന് കൊടുത്താൽ പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ
എന്തുകൊണ്ട് ദീപക് ദേവിന്റെ ആ ഒരു ഭയങ്കര അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ടിങ് ഈ പറഞ്ഞ ഇത് ഇന്റർനാഷണൽ ഐറ്റമാണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ഈ പാട്ടായിട്ട് പോലത്തെ പരിപാടി അങ്ങനെയല്ല, എല്ലാം ഉണ്ട്. വേണ്ട സ്ഥലത്ത് സാധനം കൊടുക്കുന്നുണ്ട്. അല്ല അത് വേണം. അല്ല ആ സാധനം വേണ്ടത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റിലെ ഒരുപാട് മ്യൂസിക്കിന്റെ വേറൊരു വേർഷൻ ഇതിനകത്തുണ്ട്, മറ്റേ പല പോയിന്റ്സിലുള്ള എല്ലാം ഗംഭീര മ്യൂസിക് വർക്കാണ്. DOP ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതെ, സൂപ്പറാണ്. വെൽ ഡയറക്റ്റഡ്, വെൽ ഷോട്ട്, വെൽ ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള പടം. അപ്പം ഓവറോൾ എന്താണ് പറയാനുള്ളത് ഫൈനൽ? എല്ലാവരും തിയേറ്ററിൽ